ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. നോറ ഇന്ന് പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അതായത് ഒരു കുഞ്ഞൊരു സന്തോഷം, എൻ്റെ ലൈഫിലെ വളരെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. സന്തോഷം എന്ന് പറയുമ്പോൾ മാരേജ് ആണെന്നൊന്നും വിചാരിക്കരുത്, അതൊന്നുമല്ല. അല്ലാത്ത എൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോസിൻ്റെ റീൽസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ലായിരുന്നു. അതായത് ബാക്കിൽ വൈറ്റ് പെയിന്റ്, ഗ്രീൻ സ്റ്റിക്കർ, എന്നിട്ട് ഇടയ്ക്ക് സ്റ്റിക്കർ ഇല്ല, പിന്നെ പെയിന്റ് ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വ്ലോഗ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ മടിയായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്ന സമയത്ത് ഷെഫിയും ഞാനും കൂടി പ്ലാൻ ചെയ്തു റൂം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാന്നുള്ള പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വളരെ പെട്ടെന്ന് 1 വീക്ക് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ പാടാകും എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു. ഒരു വൺ വീക്കിനുള്ളിൽ അത് സെറ്റായി. ബട്ട് ഈസിയാണ്, പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഈസി ആയിട്ട് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം നല്ല ലാഗ് എടുത്തു. അങ്ങനെ ടോട്ടൽ 3 വീക്സിനുള്ളിൽ ഞങ്ങളുടെ റൂം സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. ആ ഒരു റൂമൊക്കെ കാണിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയുണ്ട് റൂമെന്ന്. Of my life, she's got glitter for skin, my radiant beam in the night. I don't need no light to see you shine. It's your golden hour. Oh, you slow down time in your golden hour. We were just two lovers, feet up on the dash, driving nowhere fast, burning through the summer. അപ്പോൾ ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തെടുത്തത്. അതായത് പതിയെ പതിയെ ഓരോന്നോരോന്ന് വാങ്ങി. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വിചാരിച്ചിരുന്നത് പെയിൻറ്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ലാഗ് ആവുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പെയിൻ്റൊക്കെ പെട്ടെന്ന് ചെയ്തു. അപ്പോൾ ഈ ബെഡ്ഷീറ്റും അതേപോലെ തന്നെ കർട്ടനും സെറ്റ് ചെയ്തെടുക്കാനായിരുന്നു ടൈം വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ട് എൻ്റെ റൂമെന്ന്. ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. റിംഗ് ലൈറ്റ് അറിയാലോ, റീൽ എടുക്കാനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ബാഗ് ഓഫീസിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്താണ് ഞാൻ ഡ്രസ്സ് വെക്കുന്നത്. എൻ്റെ മുകളിലായിട്ട് എൻ്റെ ബാക്കിയുള്ള പ്രോഡക്ട്സ്. ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങളുടെ വീട്ടിൽ പഴയ കുറേ നാൾ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ പെയിൻ്റ് എടുത്ത് അങ്ങ് അടിച്ച്, എന്നിട്ട് ഇവിടെ എടുത്ത് അങ്ങ് വെച്ച് എന്നിട്ട് ഈ അലമാര എടുത്ത് വാപ്പയുടെ റൂമിലും, ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ട് അലമാര എടുത്ത് വാപ്പയുടെ റൂമിലും കൊണ്ടുവച്ച്, എന്നിട്ട് ഉമ്മയുടെ വാപ്പയുടെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ അതിനകത്താക്കി. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതിന്റെ സ്പെക്സ്. പിന്നെ ഇത് ഇത് ഹരിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ. ഞങ്ങള് വയനാട് ട്രിപ്പ് പോയപ്പോൾ അവള് വാങ്ങിയതാണ്. അവള് വാങ്ങിയതേ ഉള്ളൂ, കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഇത് കൊച്ചുവിന്റെ അല്ല, ഐതുവിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇത് എനിക്ക് അവൻ ഇവിടെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എന്റെ മിഠായി വാങ്ങിയപ്പോ കിട്ടിയതാ, വെച്ചോന്നും പറഞ്ഞ് തന്നതാ. അപ്പൊ അത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏത് സ്നേഹം. പിന്നെ ഇത് വാപ്പി ഇങ്ങനെ എനിക്ക് കൊണ്ട് തന്നതാ കേട്ടോ. വർക്കടൊന്നുമല്ല, ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോണ്ട്, കെനോന്റെ കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് അലങ്കാരത്തിനാണ് കേട്ടോ ഇത്രയും. ഏതാ. പിന്നെ ഇതെന്റെ സ്കിൻ കെയറിന്റെ പ്രോഡക്ട്സ് ഒക്കെ ഉള്ളതാണ്. ഇത് ഫിൽഡ് ആക്കാനുണ്ട്, കുറച്ചൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അത് ഫിൽഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്റെ ഹെയർ കെയർ ആണ്. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഇത് ഷാംപൂ, പിന്നെ ഇത് വരുന്നത് എന്റെ ക്യൂട്ട് ബൺസും അതേപോലെ തന്നെ ക്ലിപ്സ് ഒക്കെയാണ് കേട്ടോ. ഇത് നല്ല ഡ്രസ്സാണ്, എനിക്ക് ഇതിനകത്ത് എല്ലാ ക്ലിപ്സും ഭയങ്കര ഇഷ്ടം. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ 2 വലിയ ക്ലിപ്പ്. പിന്നെ ഇതെന്താണെന്നറിയാലോ, നമ്മുടെ ഹെയറിൽ നാച്ചുറൽ കെയർ ഉണ്ടാക്കാനായിട്ട് നൈറ്റ് നമ്മുടെ മുടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കില്ല, അതാണ്. പിന്നെ ഇത് ഹെയറിന്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ സെറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ് സ്പ്രേ. ഇത് അർബൻ യോഗിന്റെ 3-in-1 എന്റെ ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ടല്ലോ, അത് സംഭവത്തിന്റെയാണ്. അതിന്റെ ഇത് മാത്രം, ഡ്രയർ മാത്രം ഇപ്പൊ എന്റെ കയ്യിലുള്ളൂ. ഞാനിപ്പോ വാങ്ങിയിട്ട് 1 ഇയറിന് അടുത്തായി. ആ ഒരു ട്രെൻഡ് ആയിരുന്ന സമയത്ത് വാങ്ങിയതാ. ഡ്രയർ ഞാൻ വെച്ചിട്ട് സ്ട്രൈറ്റ്നർ ഹരിയുടെ വീട്ടിൽ വെച്ച് മറന്നുപോയി, പിന്നെ എടുക്കാൻ പോയില്ല. അതിങ്ങി പോകുമ്പോ എടുക്കണം. പിന്നെ ഇത് വരുന്നത് ഇത് നമുക്ക് ബോഡിയിൽ സ്പ്രേക്ക് വരെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ജ്വല്ലറി ബോക്സ്.
ഇതുവഴി കണ്ടോളൂ ഗൈസ്, എങ്ങനെയുണ്ട്? ഇതെല്ലാം ഞാൻ റീലിൽ ഇടുന്ന. പിന്നെ ഇതെന്റെ പൊട്ടും പിന്നെ വളയൊക്കെ ഇതിനകത്ത് വരുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഈസ് എ സ്മോൾ ജ്വല്ലറി ബോക്സ്. പിന്നെ ഇതെന്റെ ഡയറിക്കകത്ത് ഞാൻ എന്നും ഡയറി എഴുതുന്ന ആളൊന്നും അല്ല, ബട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡയറിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അതെന്റെ ഡയറിയും പെന്നുമാണ്. പിന്നെ ഇത് എൻ്റെ എന്താ കണ്ണിനുള്ള മേക്കപ്പിന്റെ ഒക്കെ സംഭവങ്ങളാണ്, പെൻസില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ബട്ട് ഇത് ഇത് മീനാക്ഷി ഇവിടുന്ന് റിസൈൻ ആയി പോയപ്പോൾ അവൾ എനിക്ക് തന്നതാണ്. അപ്പൊ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. സ്നേഹമാണേ. ആൻഡ് ദിസ് വൺ ഈസ് മൈ ലിപ്സ്റ്റിക് ബോക്സ്. ഇതിനകത്ത് ഫുള്ള് ലിപ്സ്റ്റിക്ക്, പിന്നെ എൻ്റെ ഒരു ബ്ലഷും ഒരു ഹൈലൈറ്റർ. അപ്പൊ ഇത് ഫുള്ള് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ്സ്റ്റിക് ഭ്രാന്തിയാണ് ഞാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൈ ബെഡ്. പിന്നെ ഈ ബെഡിൽ ചെയ്തിരിക്കുന്ന ഇത് കംഫർട്ടർ, പിന്നെ വൈറ്റ് ബെഡ്ഷീറ്റ്, പിന്നെ വൈറ്റ് ആണ് മറ്റേ കുഷ്യനൊക്കെ വരുന്നത്. പിന്നെ ആ ഇട്ടിരിക്കുന്ന ഐദൂന്റെ ആണ് കേട്ടോ. ഐദു ഇവിടെ വരുമ്പോൾ കളിക്കുന്നതാണ്. പിന്നെ അവൻ പോയപ്പോൾ ഞാനെടുത്ത് ബെഡിലിട്ട്, അവൻ വലിയ വീഡിയോ കണ്ട ഇപ്പൊ അവിടെ ബഹളം വെക്കും അവന്റെ തത്തേന്നും പറഞ്ഞ്. അപ്പോൾ ഇതാണ് ഞാൻ ബെഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംഫർട്ടർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. നല്ല കംഫർട്ടറാണ് കേട്ടോ. നല്ല സുഖം, നല്ല പഞ്ഞിക്കേട്ട പോലെ ഇരിക്കും, നല്ല സുഖമാണ്. പിന്നെ ഈ ഒരു വൈറ്റ് ബെഡ്ഷീറ്റിന് ഞാൻ ആഴ്ച കൊണ്ട് നടക്കും. എന്ന് വെച്ചാൽ ആദ്യം ആമസോണിൽ നിന്ന് വരുത്തി, അപ്പോൾ അത് സൈസ് കുറവാണ്. പിന്നെ റിട്ടേൺ അടിച്ച് വീണ്ടും വരുത്തി, വീണ്ടും സൈസിൽ ഇഷ്യൂ. അപ്പൊ പിന്നെ എന്തെടുത്തു, നാട്ടിൽ തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. നാട്ടിൽ നടന്ന് അപ്പം എനിക്ക് ജോലിയുടെ തിരക്കാരണം പോകാൻ പറ്റിയില്ല. അപ്പം എന്തും വരട്ടെന്ന് വിചാരിച്ച് ഇന്നലെ പോയി വാങ്ങി. അപ്പൊ ഇന്നലെ ഈ മാറ്റും ഈ ഒരു ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് തന്നെ വാങ്ങി. എനിക്ക് തോന്നുന്നു ഓൺലൈനെക്കാട്ടി അഫോർഡബിൾ ആയിട്ട് തന്നെ, റേറ്റ് കുറഞ്ഞ തന്നെ എനിക്ക് കിട്ടി കേട്ടോ നാട്ടിൽ നിന്ന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബെഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വൈറ്റ് ആൻഡ് ക്രീം കളർ കോംബോ ആണ് ബെഡിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ കർട്ടൻസ് വരുന്നതും ആ ഒരു വൈറ്റ് അല്ലല്ലോ, ഈ ഒരു ക്രീം സെറ്റിലാണ്. ഓൺലൈനിൽ നിന്ന് ഞാൻ കർട്ടൻ വാങ്ങില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. നാട്ടിൽ ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് പോകാതെ നാട്ടിലുള്ള മുഴുവൻ കടയും കയറി ഇറങ്ങി, എന്നിട്ട് കിട്ടാതിപ്പോ ലാസ്റ്റ് ഞാൻ അടുത്തുള്ള കടയിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോ കിട്ടി കേട്ടോ. കറക്റ്റ് നല്ല കളറിൽ തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ കിട്ടി. ഇതെന്തോ 7 feet ആണെന്ന് തോന്നി സംഭവം. അങ്ങനെ ഞാൻ ഷിഫിയും കൂടി വാങ്ങിയെടുത്താണ് ഇത്. പിന്നെ ഈ കർട്ടൻസ് ഇത്രയാണ് ഈ ഒരു ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഈ നെക്സ്റ്റ് ഫോട്ടോസ് ആണ്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ചെയ്തെടുപ്പിച്ചാണ് കേട്ടോ, അമേസ് ആർട്സിൽ നിന്ന്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ഷെഫീഖ് ഓഫീസ് വർക്ക് ചെയ്ത ഷെഫീഖ് ഷൂട്ട് ചെയ്തതാണ്. ഇതെന്റെ ഫേവറേറ്റ് ഷൂട്ടിന്റെ ഫോട്ടോ ആണ്. ഇതില്ലാതെ പിന്നെ എന്ത് ഫോട്ടോസ്, അതുകൊണ്ട് അത് ഞാൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എന്റെ ഒരു ഫാൻ പുള്ളിക്കാരൻ വരച്ചു തന്നെയാണ്. നെക്സ്റ്റ് വൺ ദിസ് ഈസ് ഓൾസോ ഒരു ഫാൻ ചെയ്ത് തന്നെയാണ്. പിന്നെ ഇത് ഒരു സിംബോളിക് ആണ്, കലങ്ങുന്നവർക്ക് കലങ്ങും എന്ന് വെച്ചാൽ ഇത് ഒരു പൂച്ച ജ്വല്ലറി. എന്നിട്ട് സെൻട്രൽ ഡോറാന്ന് ഞാൻ പിന്നെ ചെയ്തതാണ്, ബാക്കി ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഓൾസോ ഓൾറെഡി ഇപ്പം ഞാൻ ഫ്രെയിം ചെയ്യാനായിട്ട് കുറെ ആണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യണം, അതിനി ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. പിന്നെ ഇവിടെ എന്റെയും കൊച്ചുവിന്റെയും കൂടി ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇത്രയും ഫ്രെയിമാണ് ഇതുവരെ ഉള്ളത്. ഇനിയും പ്ലാൻസ് ഉണ്ട്, കൂടുതൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്ലാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മൈ ഫേവറേറ്റ് മിറർ. ഇതെങ്ങനെയുണ്ട് കേസിന്റെ ഫേവറേറ്റ് ആണിത്. ഈ റൂമിലെ ഏറ്റവും ഫേവറേറ്റ് ആണ് അത്. ഈ റൂമിലെ ഏറ്റവും വാല്യുബിൾ അല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ചെയ്തെടുപ്പിച്ചതാണ്. അതായത് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഒരു 10K മുകളിലാണ്. അപ്പൊ അത്ര നമുക്ക് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ തന്നെ നോക്കി, നാട്ടിൽ കുറെ എടുത്ത് നോക്കിയിട്ട് ഫൈനലി ഞാൻ ചെയ്തെടുപ്പിച്ചതാണ്. ഇത് മിറർ കട്ട് ചെയ്ത് ഫ്രെയിം ചെയ്തെടുപ്പിക്കുകയാണ് ചെയ്തത്. ഓൺലൈനെക്കാട്ടി അഫോർഡബിൾ ആണ്. ഓൺലൈൻ വാങ്ങാൻ നിന്നാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ആവും. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തെടുപ്പിച്ചു. അതിനെ പറ്റിയൊരു മാറ്റ് സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എന്റെ റൂമിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്നോടൊന്ന് പറയുക, ഞാൻ ഇത് ആഡ് ചെയ്യുന്നതാണ്. ഇതുവരെ തീർന്നിട്ടില്ലെങ്കിൽ കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ വരുന്ന വീക്സ് മന്ത്സ് ഒക്കെ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത എന്റെ റൂമിന്റെ ഒരു ചെറിയ റെനോവേഷന്റെ ഒരു വീഡിയോ ആണ്, ഒരു വ്ലോഗാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ റൂം ഇഷ്ടമായെങ്കിൽ അതെന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആഡ് ഓൺ
ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഗൈസ് ഇപ്പോഴേ നിങ്ങൾ പറ്റുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. കാരണം നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി പറ്റില്ല. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലി ചെയ്തു തരും. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പറഞ്ഞ വീട്ടിൽ ചെയ്തു തരും. പക്ഷെ ഇപ്പൊ എന്റെ നോർമലി എല്ലാ വീട്ടിലും ഉണ്ടോ, നമ്മുടെ കേരളത്തിലുള്ള മെയിൻ ഇതാണ്, നമ്മുടെ വീട്ടില് നമ്മുടെ മാരേജ് ആകുമ്പോൾ റൂം സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ വല്ലവന്റെ വീട്ടിൽ പോയി കിടക്കും. എന്നിട്ട് വല്ലപ്പോഴും വന്ന് നമ്മുടെ റൂമിൽ കിടക്കും. അതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഫണ്ട് സെറ്റ് ചെയ്ത് ക്യാഷ് സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് റൂം സെറ്റ് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. കാരണം അവരായിട്ടല്ല, ഞാനായിട്ടാണ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാപ്പി റൂമൊക്കെ കണ്ടു, സൂപ്പർ, എനിക്കും ചെയ്തു തരണേ എന്നൊക്കെ പറയും. അപ്പോ ഇത് എനിക്ക് അത്രയും എന്ന് വെച്ചാൽ അത്രയും എനിക്ക് ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണിത്. ഇതേപോലെ നിങ്ങളുടെ ഹാപ്പിനെസ് എനിക്കിപ്പോ റൂം തന്നെയല്ല, എന്താണെങ്കിലും ഒറ്റയടിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളും ചെയ്തെടുക്കുക. അപ്പൊ നെക്സ്റ്റ് വ്ളോഗുമായി നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ.